Dear students, welcome all of you once again to technical writing paper, which is a compulsory paper for 6th semester BA Communicative English. And in this video, we are going to analyze in depth interpreting flow charts, different types of charts, particularly flow charts and bar diagrams and line graphs. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ബി എ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് 6th സെമസ്റ്റർ ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന പേപ്പറാണ് നമ്മൾ ഇവിടെ ഇന്നത്തെ വീഡിയോയിൽ ഡീൽ ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന വിഷയം പ്രത്യേകിച്ചും ഇൻ്റർപ്രറ്റിംഗ് ചാർട്ട്സ്, ഫ്ലോ ചാർട്ട്സ്, അതുപോലെ ബാർ ഡയഗ്രാംസ്, ദെൻ ലൈൻ ഗ്രാഫുകളാണ്. ഈ ഏറിയ പരീക്ഷയ്ക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതും നിങ്ങളുടെ സിലബസിലെ ഒരു പ്രധാന ഭാഗവുമാണ്. ആ റൈറ്റിംഗ് പ്രോസസ്സുകളെ വളരെ ലളിതമായിട്ട് ഡീൽ ചെയ്യാനാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഡിയർ സ്റ്റുഡൻസ്, നിങ്ങളുടെ ടെക്നിക്കൽ റൈറ്റിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ട്രാൻസ്കോഡിംഗ്. സോ ട്രാൻസ്കോഡിംഗ് എന്ന് പറയുന്ന ടേം കേട്ടിട്ട് നിങ്ങൾ അധികം ബേജാറാവുകയൊന്നും വേണ്ട. ഇറ്റ് ഈസ് വെരി സിമ്പിൾ. സോ ട്രാൻസ്കോഡിംഗ് മീൻസ് ട്രാൻസ്ഫറിങ് ഓഫ് ഇൻഫർമേഷൻ ഫ്രം text to graphic forms and also from graphic forms to text. So you may be familiar with different kind of graphic forms such like bar charts, flow charts, line graph, such like that. നമ്മൾ പൊതുവെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗ്രാഫിക് ഫോംസ് ഓഫ് റെപ്രസെൻറ്റേഷൻ, അത് ഉദാഹരണത്തിന് ബാർ ചാർട്ടുകൾ, ഫ്ലോ ചാർട്ടുകൾ, ലൈൻ ഗ്രാഫുകൾ, ഇതൊക്കെ ഗ്രാഫിക് ഫോംസ് ഓഫ് ടെക്സ്റ്റിന് ഉദാഹരണമാണ്. ടെക്നിക്കൽ ഇംഗ്ലീഷിൽ ഈ തരത്തിലുള്ള ഗ്രാഫിക് ഫോംസിന് വളരെ പ്രാധാന്യമുണ്ട്. So a person who is an expert in technical writing should know how to represent things in graphic forms, and also the same person should be able to interpret bar charts, flow charts, line graphs, such like what is there in the graphic forms to the textual form. Transfer of the information from verbal to visual and visual to verbal is an important study skill. So we shall now discuss how to illustrate text with figures and diagrams. Verbal information എന്ന് വെച്ചാൽ എഴുത്ത് ഭാഷ അല്ലെങ്കിൽ സംസാര ഭാഷ. ഇത് വിഷ്വലായിട്ടും വിഷ്വൽ സിമ്പിൾസിൽ കൂടെയും റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റഡി സ്കില്ലാണ്. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പരിചയപ്പെടുന്നത് വിഷ്വൽ ടെക്സ്റ്റ് ആൻഡ് ഫിഗേഴ്സ് ആൻഡ് ഡയഗ്രാംസ്. Transcoding is one of the significant features of professional writing. So that's what we are discussing, this visual representation through figures and diagrams. We call it transcoding, and it is one of the significant features in professional writing. Professional writing, പ്രത്യേകിച്ചും ടെക്നിക്കൽ റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രൊഫഷണൽ റൈറ്റിങ്ങിൽ ഈ ട്രാൻസ്കോഡിങ്
അറിഞ്ഞിരിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ ട്രാൻസ്കോഡിംഗ് ഉപയോഗിക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. So visual representation is an added advantage to any presentation. So already we studied about oral presentation, and there we discussed visual representation by using slides, OHP, LCD projectors, such like. So visual presentation by using all these forms is an added advantage to any person who do any kind of presentation. So there are two categories of visuals. നമുക്ക് സാധാരണ രീതിയിൽ ഈ വിഷ്വൽസിനെ രണ്ടായിട്ട് തരംതിരിക്കാം. The first one is tables and figures. The first one is tables, and then figures. So figures may be further classified into graphs. രണ്ടാമതായിട്ടുള്ള ഫിഗേഴ്സിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഗ്രാഫ്, മാപ്സ്, ഡ്രോയിങ്, ചാർട്ട്സ്, ഡയഗ്രംസ് ആൻഡ് ഫോട്ടോഗ്രാഫ്സ്. So visuals are of two types, tables and figures. And figures are again classified into graphs, maps, drawing, charts, diagrams and photographs. ടെക്നിക്കൽ റൈറ്റിങ്ങിൽ നമ്മൾ പ്രധാനമായും ഉപയോഗിക്കുന്നത് വിഷ്വൽസ്. അതിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ടേബിളുകളും രണ്ടാമത്തേത് ഫിഗേഴ്സുമാണ്. ഇതിൽ തന്നെ ഫിഗേഴ്സിനെ വീണ്ടും നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഗ്രാഫ്സ്, മാപ്സ്, ഡ്രോയിങ്, ചാർട്ട്സ്, ഡയഗ്രംസ്, ഫോട്ടോഗ്രാഫ്സ് എന്നൊക്കെ നമുക്ക് വീണ്ടും സബ് ഡിവിഷൻസ് ഉണ്ട് അതിനകത്ത്. Now we are going to learn first of all about flow charts and bar charts. Flow charts and bar charts. അപ്പോൾ നമുക്ക് തന്നെ അറിയാം ഫ്ലോ ചാർട്ട്സിനകത്ത് ആ പേര് പറയുന്നത് പോലെ ഒരു ഫ്ലോ ഓഫ് ഇൻഫർമേഷൻ ഉണ്ട്, ഒരു ഒഴുക്കുണ്ട്. അപ്പോൾ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നടക്കുന്ന ഒരു ഫ്ലോ അതിൽ റെപ്രസെൻ്റ് ചെയ്തിരിക്കും. Then bar charts. Engineers and draftsmen are often required to prepare charts and diagrams. The bar chart or graph makes it particularly easy to compare data. നമ്മൾ ഉപയോഗിക്കുന്ന ബാർ ചാർട്ട് അല്ലെങ്കിൽ ഗ്രാഫ്, ലൈൻ ഗ്രാഫ് ഒക്കെ നമുക്ക് കിട്ടുന്ന ഡേറ്റകളെ രണ്ട് തരത്തിലുള്ള അല്ലെങ്കിൽ മൂന്ന് തരത്തിലുള്ള ഡേറ്റകളെയൊക്കെ ഒരുമിച്ച് നമുക്ക് കമ്പയർ ചെയ്യാൻ സഹായിക്കും. Particularly graph is used to indicate for the different periods or quantity of different items during the same period. ഇതിൽ നമുക്ക് ഗ്രാഫുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് വ്യത്യസ്തമായ സമയങ്ങളിൽ ഒരു പ്രത്യേക വസ്തു അല്ലെങ്കിൽ വസ്തുക്കളുടെ എണ്ണം അല്ലെങ്കിൽ ക്വാണ്ടിറ്റിക്ക് വരുന്ന വ്യത്യാസമൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റും. The length of each bar varies in proportion to the quantity or value they represent. Let's now understand flow charts. Flow charts deal with different steps involved in making or manufacturing some material or the process of a person's growth or transfer of some information. So we will now discuss about flow charts. നമ്മൾ ഫ്ലോ ചാർട്ടുകളെ പറ്റി പ്രോസസ് റൈറ്റിങ്ങിൽ കണ്ടതാണ്. പ്രോസസ്സ്, ഒരു പ്രത്യേക പ്രവർത്തനം, ഒരു പ്രോസസ്സ് റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ഫ്ലോ ചാർട്ട് ഉപയോഗിക്കാം. പേര് പോലെ തന്നെ അതിനകത്തൊരു ഒരു ഫ്ലോയുണ്ട്, ഒരു പ്രവർത്തനത്തിൻ്റെ ഒഴുക്കുണ്ട്. So flow charts deal with the different steps involved in making or manufacturing some material or the process of a person's growth or transfer of some information. ഒരു വസ്തു ഉണ്ടാക്കുന്നു. ഉദാഹരണത്തിന് ചായ ഉണ്ടാക്കുന്നത് എങ്ങനെ?
അതുപോലെ ഒരു വ്യക്തിയുടെ വളർച്ച, ആ ഗ്രാജുവലായിട്ടുള്ള ഫ്രം infancy to childhood, from childhood to later childhood, then adolescence, such like. We can represent that flow within the flow chart. So the given graph below describes the process of manufacturing cement from rice husk by making use of appropriate technology. So നമ്മൾ താഴെ കാണുന്ന ഫ്ലോ ചാർട്ടിൽ എങ്ങനെയാണ് സിമെൻറ്റ് പ്രോസസ്സ് ചെയ്തുണ്ടാക്കുന്നത്, റൈസ് ഹസ്കിൽ നിന്ന് എങ്ങനെയാണ് സിമെൻറ്റ് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്നതെന്നാണ് ഈ താഴത്തെ ഫ്ലോ ചാർട്ടിൽ കാണുന്നത്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കും, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ഈക്വൽ വെയ്റ്റ്സ്, റൈസ് ഹസ്ക്, ലൈം സ്ലഡ്ജ് ഫ്രം ഷുഗർ ആൻഡ് അതർ ഇൻഡസ്ട്രീസ്, then mixed together, cakes prepared. സോ അങ്ങനെ താഴേക്ക് പോയ പ്രോസസ്സ് ആ ഫ്ലോ എവിടെ വന്ന് നിൽക്കുന്നു? റൈസ് ഹസ്ക് സിമെൻറ്റിൻ്റെ പ്രൊഡക്ഷനിൽ വന്ന് നിൽക്കുന്നു. ഇതൊരു ഫ്ലോ ചാർട്ട്. ഇതൊരു ഫ്ലോ ചാർട്ടാണ്. ഇത് റൈസ് ഹസ്ക് സിമെൻറ്റ് പ്രൊഡക്ഷൻ വന്ന് നിൽക്കുന്നു. ആ ഫ്ലോ ചാർട്ടിനെ ഒരു പ്രോസസ് എസ്സേ ആക്കി മാറ്റിയിരിക്കുകയാണ് ഇവിടെ. സോ നിങ്ങൾ പ്രോസസ് എസ്സേ എഴുതുമ്പോൾ, പ്രോസസ് ഡിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ ഇതേ മാർഗം പിന്തുടരാൻ പറ്റും. യു ക്യാൻ ഓൾസോ റെപ്രസെൻറ്റ് തിങ്സ് ബൈ യൂസിങ് flow charts. Then from the flow charts you can prepare the whole write-up. So it begins like, initially lime sludge is collected from the sugar and other industries, while rice husk is collected from rice mill. ഇങ്ങനെ ആ പ്രോസസ്സ് അവസാനത്തെ സിമെൻറ്റിൻ്റെ പ്രൊഡക്ഷനിൽ എത്തി നിൽക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബാർ ചാർട്ടാണ്. നിങ്ങൾ കാണുന്നത് പോലെ ഈ ബാർ ചാർട്ട് ഒരു ഗ്രാഫ് മോഡലാണ്. അതിനകത്ത് കുറേ ബാർസ് ഉണ്ട്. സി വാട്ട് ഈസ് ദിസ് ബാർ ചാർട്ട് അബൌട്ട്? ഇറ്റ്സ് അബൌട്ട് എംപ്ലോയർ സപ്പോർട്ട് ബൈ ഏജ് ഗ്രൂപ്പ്. എംപ്ലോയർ സപ്പോർട്ട് ബൈ ഏജ് ഗ്രൂപ്പ് എന്ന ഒരു ഡിസ്ക്രിപ്ഷനാണ് ഈ ബാർ ചാർട്ടിലൂടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ രണ്ട് ആക്സിസ് ഉണ്ട്, എക്സ് ആൻഡ് വൈ ആക്സിസ്. സോ രണ്ട് ആക്സിസിൽ ഒന്നിൽ കൊടുത്തിരിക്കുന്നത് പ്രായം, അടുത്തതിൽ കൊടുത്തിരിക്കുന്നത് പെർസെൻറ്റേജ് ആണ്. ഇവിടെ തന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. എന്താണ് ഈ ബാർ ചാർട്ട്? ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് എംപ്ലോയർ സപ്പോർട്ട് എങ്ങനെയായിരിക്കും? അപ്പോൾ പ്രായത്തിൻ്റെ വ്യതിയാനത്തിങ്കൽ എങ്ങനെയാണ് എംപ്ലോയർ സപ്പോർട്ട് എന്നുള്ളതേ ഉള്ളൂ. സോ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. മറ്റൊരു ബാർ ചാർട്ടാണ് റീസൺസ് ഫോർ സ്റ്റഡി അക്കോർഡിംഗ് ടു ദ ഏജ് ഓഫ് ദ സ്റ്റുഡൻസ്. പ്രായ വ്യതിയാനം അനുസരിച്ച് പഠനം പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങൾ കൊണ്ട് പഠനം നടത്താം. ഒന്ന് ജോലിക്ക് വേണ്ടി, കരിയറിന് വേണ്ടി. രണ്ടാമത് ഇൻട്രസ്റ്റ്, ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ്. ഇതെങ്ങനെ ഓരോ പ്രായത്തിലും വ്യത്യാസപ്പെട്ടിരിക്കും എന്നാണ്. ഉദാഹരണത്തിന് അണ്ടർ 26 വയസ്സിന് അകത്തുള്ള വ്യക്തികളെ എടുക്കുമ്പോൾ 10% മാത്രമാണ് ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ദേ സ്റ്റഡി. Only 10% of people study out of interest, and most of them, 80% of them study to have a good career. ഒരു ജോലിയെ കിട്ടാൻ വേണ്ടിയാണ്.
നോക്കൂ 26 തൊട്ട് 29 വരെ വരുമ്പോൾ ഇൻട്രസ്റ്റ് ലെവൽ കുറച്ചും കൂടെ കൂടി, കരിയർ ലെവൽ അല്പം കുറഞ്ഞു. വീണ്ടും 30-39 ആകുമ്പോൾ വീണ്ടും ഇൻട്രസ്റ്റ് ലെവൽ കൂടി 25ലേക്ക് മാറി. മറുവശത്ത് 55-നോടടുത്ത് മാത്രമേ കരിയർ ഗോൾ ഉള്ളൂ. 40 to 49 it's only for career, and there is no learning or study out of interest. Then again after 49, again out for interest it comes near to 18, and for career it comes to 80. അപ്പോൾ ബാർ ചാർട്ട് മനസ്സിലാക്കിയ ശേഷം നമുക്ക് ഒരു എസ്സേ റൈറ്റിങ്ങിലേക്ക് പോകാം. ആഫ്റ്റർ അണ്ടർസ്റ്റാൻഡിങ് ദ ബാർ ചാർട്ട് യു ക്യാൻ move to write the essay based on that. See, an example is given on here. രണ്ട് ചാർട്ടുകളും തമ്മിൽ കമ്പയർ ചെയ്തുകൊണ്ട് ഇവിടെ ഒരു എസ്സേ പ്രിപ്പയർ ചെയ്തിരിക്കുന്നു. ഇതൊരു പ്രോസസ്സ് ഡിസ്ക്രിപ്ഷൻ അല്ല, മറിച്ച് അതൊരു ട്രെൻഡ് മനസ്സിലാക്കാൻ, ഒരു പർട്ടിക്കുലർ പീരീഡിലുള്ള ട്രെൻഡ് മനസ്സിലാക്കാൻ എപ്പോഴും ബാർ ചാർട്ട് നമ്മളെ സഹായിക്കുന്നു. Now already we have understood what is a flow chart, what is a bar diagram, and how to develop an paragraph from that. ഒരു ഫ്ലോ ചാർട്ടിൽ നിന്ന് അതുപോലെ ഒരു ബാർ ഡയഗ്രത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഒരു പാരഗ്രാഫ് റൈറ്റിംഗ് അല്ലെങ്കിൽ എസ്സേ റൈറ്റിംഗ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നതെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. ഫ്ലോ ചാർട്ടും അതുപോലെ ബാർ ഡയഗ്രം ഒക്കെ താരതമ്യേന കുറേ എളുപ്പമുള്ള കാര്യങ്ങളാണ്. സോ അതിനോടൊപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട, അതുപോലെ എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഇൻ്റർപ്രറ്റിംഗ് എ ലൈൻ ഗ്രാഫ്. ടെക്നിക്കൽ റൈറ്റിങ്ങിൽ, ടെക്നിക്കൽ ഇംഗ്ലീഷിലൊക്കെ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് ഗ്രാഫ്, സിംഗിൾ ലൈൻ ഗ്രാഫ് ഇൻ്റർപ്രിറ്റേഷൻ ആൻഡ് 2 ലൈൻ ഗ്രാഫ് ഇൻ്റർപ്രിറ്റേഷനൊക്കെ. സോ ഓൾറെഡി നിങ്ങൾക്ക് ഈ ലൈൻ ഗ്രാഫിനെ പറ്റിയും അത് ലൈൻ ഗ്രാഫ് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിനെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ഗ്രാഫിന് 2 ആക്സിസ് ഉണ്ടെന്നറിയാം. സാധാരണഗതിയിൽ പല കാര്യത്തിനും വേണ്ടി ഗ്രാഫ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ടെക്നിക്കൽ ഇംഗ്ലീഷിലും ഗ്രാഫ് നമ്മൾ ഉപയോഗിക്കും. ഇതും എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സോ യു നോ ദാറ്റ് ദർ ആർ 2 ആക്സിസ്, എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ്. സ്ക്രീനിൽ നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഒരു ഗ്രാഫിൻ്റെ ടൈറ്റിലാണ് ബർണബി പബ്ലിക് ലൈബ്രറി. ഒരു പബ്ലിക് ലൈബ്രറിയിലെ ട്രെൻഡ്സ് കാണിക്കാനാണ് ഈ ഒരു ലൈൻ ഗ്രാഫ് ഉപയോഗിച്ചിരിക്കുന്നത്. 2 ലൈൻ ഗ്രാഫാണ്. ഒരു ബ്ലൂ ലൈനുണ്ട്, ഒരു ഗ്രീൻ ലൈനുണ്ട്. സോ വിൽ ഗോ ടു എക്സ് ആൻഡ് വൈ ആക്സിസ്. എക്സ് ആക്സിസിൽ നിങ്ങൾ കാണുന്ന പോലെ 0 തുടങ്ങി 16,000 വരെ എത്തുന്ന ഒരു നമ്പറിൻ്റെ ക്രമം കൊടുത്തിരിക്കുന്നു, റേറ്റ്. So there is a number between 0 to 2,000 and 2,000 to 4,000, 4,000 to 6,000, 6,000 to 8,000, 8,000 to 10,000, 10,000 to 12,000, 12 to 14,000, and 14 to 16,000. Y-axis now, it's years from 2011 to 2014. 2011 തൊട്ട് 2014 വരെയുള്ള ഒരു ട്രെൻഡ്സ് മാർക്ക് ചെയ്തിരിക്കുന്നു. സോ ഫ്രം ദാറ്റ് വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, what do we understand from this graph? It's about the number of
men and women separately who have read books from Barnaby Public Library. And not only that, this graph gives you an understanding the number of books read by men and women from the years 2011 to 2014. 2011 മുതൽ 14 വരെ സ്ത്രീകളും പുരുഷന്മാരും അവർ സെപ്പറേറ്റ് ആയിട്ട് എത്ര ബുക്കുകൾ വായിച്ചു എന്നുള്ളതാണ്. സോ എ കമ്പാരിസൺ ഈസ് മെയ്ഡ് ബിറ്റ്വീൻ ദ ഇയേഴ്സ് ഫ്രം 2011 to the end of 2014, and also a comparison is made between men and women. രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗ്രാഫ് ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഒരു പാർട്ട് ഗ്രാഫിന് നമുക്ക് സാധാരണ ഒരു ഇൻട്രഡക്ഷൻ ഉണ്ട്, മെയിൻ ബോഡി ആയിട്ട് 2 പാരഗ്രാഫ്, പിന്നെ ഒരു കൺക്ലൂഷനാണുള്ളത്. ഒരു പാരഗ്രാഫ് മെന്നിനും കൊടുക്കാം, ഒരു പാരഗ്രാഫ് വിമനിനും കൊടുക്കാം. ഇപ്പോൾ 2011 തൊട്ട് 2014 വരെയുള്ളത് മെന്നിന് ആപ്ലിക്കബിൾ ആണ്, അതുപോലെ വിമനിനും ആപ്ലിക്കബിൾ ആണ്. സോ വി വിൽ ഗീവ് 2 പാരഗ്രാഫ്സ് ഈച്ച് ഫോർ മെൻ ആൻഡ് വിമൻ ആൻഡ് ദെൻ ഗോ ഫോർ കൺക്ലൂഷൻ. ഇതായിരിക്കും നല്ലത്. സോ ഇത് 2 ലൈൻ ഗ്രാഫ് കുറച്ച് കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. സിംഗിൾ ലൈൻ ഗ്രാഫ് വരാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ മെൻ മാത്രമേ ഉള്ളെങ്കിൽ അവിടെ ഒരൊറ്റ ട്രെൻഡ് മാത്രമേ മാർക്ക് ചെയ്യുന്നുള്ളൂ, വിമൻ ഇല്ല. അപ്പോൾ അവിടെ ഒരു രണ്ടും തമ്മിലുള്ള കമ്പാരിസൻ്റെ ആവശ്യമില്ല, ഇയേഴ്സ് തമ്മിലുള്ള കമ്പാരിസൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ അവിടെ ഇൻട്രൊഡക്ഷനും ഒരു ബോഡി പാരഗ്രാഫും ഒരു കൺക്ലൂഷനും മാത്രം മതി. പക്ഷേ ഇവിടെ 2 ട്രെൻഡ്സ് മെന്നും വിമന് കാണിക്കണമെങ്കിൽ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഓരോ പാരഗ്രാഫ് കൊടുക്കണം. സോ that's all about this graph we see, and also that the colors, because it's a color graph, the blue and the green is there, but in the examination there is no chance for you to give any colors. അതിന് പകരമായിട്ട് എന്തെങ്കിലും ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത്. ഇത് വളരെ വ്യക്തമായിട്ട് നമ്പർ ഓഫ് ബുക്സ് റെഡ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. See now, it's a essay prepared from the line graph. It's of 4 paragraphs including introduction and conclusion, and the total words is 162 words. It's made of 162 words. അപ്പോൾ ഗ്രാഫിനെ പറ്റി വളരെ പ്രാധാന്യമായിട്ട് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ് ഗ്രാഫ് ഇൻ്റർപ്രിറ്റേഷൻ. When you prepare an essay on a graph, what is there in the graph only be presented in the writing. ഗ്രാഫ് നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ കിട്ടുമ്പോൾ ഗ്രാഫിലുള്ള ഡീറ്റെയിൽസ് മാത്രമേ പറയാൻ പാടുള്ളൂ. അല്ലാതെ സപ്ലിമെൻ്ററി ആയിട്ട് നിങ്ങളുടെ ഊഹങ്ങളോ നമ്മളുടെ കാഴ്ചപ്പാടുകളോ ഒന്നും അവിടെ പ്രകടമല്ല. ഉദാഹരണത്തിന് ഈ ഒരു ലൈൻ ഗ്രാഫ് പറയുമ്പോൾ സ്ത്രീകളും പുരുഷന്മാരും വ്യത്യസ്തമായ വായനാ സ്വഭാവക്കാരാണ്. സ്ത്രീകൾ സാധാരണ കൂടുതൽ വായിക്കാറില്ല, പുരുഷന്മാരാണ് വായിക്കാറുള്ളത്. ഇങ്ങനെയൊക്കെ ഒന്നും പറഞ്ഞ് നമുക്കവിടെ പറയേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഓൾ ദ നെഗറ്റീവ് പോയിൻറ്റ്സ്. സോ വാട്ട് ഈസ് പ്രസൻറ്റഡ് ഓൺ ദ ഗ്രാഫ് only be presented in the writing. It's a formal kind of writing. ഇതൊരു ഫോർമൽ റൈറ്റിംഗ് ആണ്. സാധാരണ ഗ്രാഫ് ഇൻ്റർപ്രിറ്റേഷനൊക്കെ IELTS ചോദിക്കുന്ന ഒരു കാറ്റഗറിയാണ്. IELTS ചോദിക്കുന്ന ഒരു കാറ്റഗറിയാണ് സാധാരണ രീതിയിലുള്ള ഗ്രാഫ് ഇൻ്റർപ്രിറ്റേഷനൊക്കെ. So when you prepare for IELTS exam or TOEFL exams, of course, it's part of academic writing in IELTS. അപ്പോൾ അതുകൊണ്ട് ഈ ഗ്രാഫ് ഇൻ്റർപ്രിറ്റേഷൻ വളരെ മസ്റ്റായിട്ട് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദ ഇൻട്രഡക്ഷൻ. ഇൻട്രഡക്ഷൻ വളരെ സിമ്പിളായിരിക്കും. വളരെ സിമ്പിളായിട്ട് തന്നെ പറയുക, എന്താണ് തന്നിരിക്കുന്നത്. The line graphs, the 2 line graphs gives information about Barnaby Public Library between 2011 and 2014. Shows how many library books were read by men and
men and women in the 4 periods. നമുക്ക് അങ്ങനെ പറയാം. ഇവിടെ കുറച്ച് വ്യത്യസ്തമായി കൊടുത്തിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ. 2011 തൊട്ട് 14 വരെ ബേർണബി ലൈബ്രറിയിൽ എത്ര സ്ത്രീകളാണ് എത്ര പുരുഷന്മാരാണ് പുസ്തകങ്ങൾ വായിച്ചു എന്ന് ഈ ഗ്രാഫിൽ കൊടുത്തിരിക്കുന്നു. അത്രയും പറഞ്ഞ് ഇൻട്രഡക്ഷൻ നിർത്തുക. പിന്നെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ് വാക്കുകളാണ് ആസ് യു ക്യാൻ സീ ഫ്രം ദ ഗ്രാഫ് ആസ് ഇറ്റ് ഈസ് ഗിവൺ ഇൻ ദ ഗ്രാഫ്. അങ്ങനെയുള്ള വാക്കുകൾ ഗ്രാഫിൽ തന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നുള്ളൂ. ആസ് ഇറ്റ് ഈസ് ഷോൺ ഇൻ ദ ഗ്രാഫ്, ആസ് ഇറ്റ് ഈസ് പ്രസൻറ്റഡ് ഇൻ ദ ഗ്രാഫ്. ഇവിടെ 2 വ്യത്യസ്തമായ ട്രെൻഡുകൾ തന്നിരിക്കുന്നത് അത് പ്രസൻറ്റ് ചെയ്യുക. There were 2 trends marked. There were different trends for men and women. വ്യത്യസ്തമായ ട്രെൻഡുകളാണ്. 2 ട്രെൻഡുകൾ എങ്ങനെയാണെന്ന്. സോ സിമിലർ ട്രെൻഡ്സ് ഓഫ് വി ക്യാൻ സീ സിമിലർ ട്രെൻഡ്സ് ഓഫ് men and women. സിമിലർ ട്രെൻഡ്സ് ആയിരുന്നെങ്കിൽ, പക്ഷേ ഇവിടെ അല്ല. There are different trends for men and women. നിങ്ങൾക്ക് കിട്ടുന്ന ഗ്രാഫിൽ മെൻ ആൻഡ് വിമനോ ബുക്കുകളോ ഒന്നും വായിക്കാറില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. അതുകൊണ്ട് ഇതൊന്നും കാണാതെ പഠിച്ചു വെക്കരുത്. പക്ഷേ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്, ദാറ്റ്സ് ഓൾ. സോ ആദ്യമായിട്ട് നമ്മൾ മെന്നിൻ്റെ റീഡിങ് ഹാബിറ്റാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്കൊന്ന് മേളിലോട്ടൊന്ന് പോകാം. സോ വെൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 2011, how many was the number? So it was 500. So when it started in 2011, so the number of books read by men, you know the men, what's the color of men? The color is green and women blue. So when started in 2011, the number of books read by men was 3,000. And between 2011 and 2012, it got a slight rise, or steady rise. Slight rise എന്ന് നമുക്ക് പറയാൻ പറ്റും. It 3,000 to 3,750, right? It doesn't come to 4,000, slight rise, and it reached to 3,715 in 2012, and then a steady rise, a marked rise, a steady increase. It got up to, ഇപ്പോൾ ഈ വാക്കുകളെല്ലാം നമുക്ക് ഉപയോഗിക്കാം. The number got up to, so between 2012 and 2013, it got a quick rise and reached to 8,000. നമുക്ക് അല്ലാതെ ഗ്രാഫിൽ ഉപയോഗിക്കുന്ന ഡ്രമാറ്റിക് റൈസ് എന്നൊക്കെ പറയാം. It got a dramatic rise, a marked rise, and then between 2013 2014. So what was the trend? Again, it's an upward trend, shows an upward trend, and it reached up to 14,000 when it closed in 2014. So on the other hand, നമ്മൾ അടുത്ത paragraph. On the other hand, women started their books when women started reading books in 2011, it was 5,000, and it rised up to, in between 2011 and 12, there is a marked rise of the number, and it reached to 7,000. 7,000. It doesn't come to 8,000. 7,500, like that. And then between 2012 and 2013, a steady rise, a slight rise, and it reached to 9,000. And 2013 and 14, 2013 14 ഇടയിൽ എന്ത് സംഭവിച്ചു? ഒരു marked fall. There was a marked fall. The number fell to 7,000 when it reached to 2014. സോ അത് മാത്രമേ നമ്മൾ 2 പാരഗ്രാഫിലായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നുള്ളൂ. ഓരോന്നിനും ഓരോ ട്രെൻഡും ഓരോ പാരഗ്രാഫിലും. നമ്മുടെ ബോഡി പാരഗ്രാഫ്, ഗ്രാഫ് റൈറ്റിങ്ങിൻ്റെ ബോഡി പാരഗ്രാഫ്, ആദ്യത്തത് നമുക്കിവിടെ മെൻ കൊടുക്കാം, രണ്ടാമത്തത് വിമൻ കൊടുക്കാം.
സോ അത്ര മാത്രമേ നമുക്ക് ഒരു ഗ്രാഫ് 2 ലൈൻ ഗ്രാഫിൽ ചെയ്യാനുള്ളൂ. നോക്കുക ഇവിടെ എന്താണ് അതേപോലെ തന്നെ വിമൻ്റെ നമുക്കിവിടെ വിമൻ സ്റ്റാർട്ട് ഓഫ് റീഡിങ് മോർ ബുക്സ് ദാൻ മെൻ. അവിടെ നമ്പർ ഓഫ് ബുക്സ് കൂടുതലായിരുന്നു. ബട്ട് ദർ നമ്പർ ഫോളോഡ് എ ഡിഫറെൻറ്റ് പാറ്റേൺ. Between 2011 and 2012, there was an increase of 3,000 from 5,000 books to 8,000 books, and then gradual rise to 10,000 books. So, ഇങ്ങനെയുള്ള വാക്കുകൾ gradual rise, steady rise, an upward trend. However, so അത് നമ്മൾ ട്രെൻഡ് ഡിഫറെൻ്റ് ആകുന്നതുകൊണ്ട് നമ്മൾ ഈ ഒരു കണക്റ്റീവ് ഉപയോഗിക്കുന്നത്. However, in 2014, the number fell back to 18. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെയുള്ള എഫക്റ്റീവായിട്ടുള്ള കണക്റ്റീവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റൈറ്റപ്പ് നടത്താൻ പറ്റും. പിന്നെ കൺക്ലൂഷനാണ് 2 ട്രെൻഡ്, ഓവറോൾ, ഇൻ ജനറൽ, ടു സം അപ്പ്, ഇങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിക്കുക. ഓവറോൾ, ഓൾ ഇൻ ഓൾ, ഇൻ ജനറൽ, ടു കൺക്ലൂഡ്, അങ്ങനെയുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാം. ദർ വാസ് എ സ്ട്രോങ് അപ്വേർഡ് ട്രെൻഡ്. ദ നമ്പർ ഓഫ് ബുക്സ് റെഡ് ബൈ മെൻ. Although women read more books than men in 2001, their reading fell below the level of men in 2014. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗ്രാഫ് റൈറ്റിങ്ങിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ട് എന്തൊക്കെ ഗ്രാഫിൽ കാണുന്നോ അത് മാത്രം. നമ്മൾ ഗ്രാഫ് റൈറ്റിങ്ങിൽ ഏറ്റവും സൂക്ഷിക്കാനുള്ളതാണ് ക്ലിയർനെസ്. വെൻ യു റീഡ് ദ ഗ്രാഫ് ദാറ്റ് ഷുഡ് ബി ക്ലിയർലി അണ്ടർസ്റ്റുഡ് ഫോർ ദ റീഡർ. അല്ലാതെ അയാളെ വായനക്കാരെ കുഴപ്പിക്കുന്ന രീതിയിൽ എഴുതി വെക്കുന്നത്. ഒരു നല്ല ഒരു ക്ലിയർനെസ് റൈറ്റിങ്ങിൽ ഉണ്ടായിരിക്കും. ദെൻ കൺസൈസ്നെസ് what do you mean by കൺസൈസ്നെസ്? വാക്കുകളുടെ സംക്ഷിപ്തത. കൂടുതൽ വാക്കുകളും സെൻറ്റൻസുകളും ഒക്കെ എഴുതി വെച്ചുകൊണ്ട് എഴുതാൻ പറ്റുന്ന ഒന്നല്ല ലൈൻ ഗ്രാഫ് അല്ലെങ്കിൽ ഗ്രാഫ് ഇൻ്റർപ്രിറ്റേഷൻ. വാക്കുകളെ കുറച്ചുകൊണ്ട് അർത്ഥം മൂർച്ച കൂട്ടിക്കൊണ്ട് അഴിക്കണം ഗ്രാഫ് ഇൻ്റർപ്രിറ്റേഷൻ ചെയ്യേണ്ടത്. So dear students, in this video we were discussing or we were analyzing how to interpret flow charts, bar diagrams and line graphs. So which were important part of the syllabus for technical writing, which is a compulsory paper for BA Communicative English 6th semester. Hope that all of you understood. We'll come with another video from the paper. Until then, goodbye to all.